ഹലോ, സേ cheers. ഇന്ന് കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. കൊഴുക്കട്ട പലതരത്തിലും ഉണ്ടാക്കാൻ പറ്റും. ഇത് പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊഴുക്കട്ടയാണ്. ഇഡ്ലി റവ കൊണ്ടാണ് ഈ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. ഇത് കടയിൽ മേടിക്കാൻ കിട്ടും, ഇങ്ങനെ പാക്കറ്റിൽ വരും. ആവശ്യമനുസരിച്ച് ഇഡ്ലി റവ എടുക്കുക. 1 ഗ്ലാസ്സോ 1.5 ഗ്ലാസ്സോ എത്ര വെച്ചാൽ എടുക്കുക. ആദ്യം ഒരു കടായി ചൂടാക്കിയിട്ട് അതിൽ 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് സ്വാദ്, വേണമെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. കടുക് പൊട്ടുമ്പോൾ 2 ടീസ്പൂൺ ഉഴുന്നപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കണം. ഗ്യാസിൻ്റെ ഫ്ലെയിം ചുരുക്കിയിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി കടുകൊക്കെ പൊട്ടി ഉഴുന്ന പരിപ്പിൻ്റെയും കടലപ്പരിപ്പിൻ്റെയും കളർ മാറുമ്പോൾ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കണം. പിന്നെ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കായം, ഇതിനെ ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞാൽ നമ്മൾ എത്ര ഇഡ്ലി റവ എടുത്തിരിക്കണോ അതിൻ്റെ ഡബിൾ അളവ് വെള്ളം എടുക്കണം. ഇതിലേക്ക് നമ്മൾ ചുടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇഡ്ലി റവ അതിലേക്ക് ചേർക്കുക. ഇഡ്ലി റവ വറക്കുകയൊന്നും വേണ്ട, ഡയറക്റ്റായിട്ട് അങ്ങനെ ഇടാം. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ അതിനെ ഇളക്കിയിട്ട് ഉപ്മാവ് പരുവാക്കണം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അവിടെ കട്ട പിടിച്ചിട്ട് ശരിയാവില്ല, ഉപ്മാവ് പോലെ ശരിക്കും ആവില്ല. ഗ്യാസ് ഒരു മീഡിയത്തിൽ വെച്ച് തന്നെ നമുക്കിതിനെ ഇളക്കണം, അതിന് ഹൈയിൽ വെക്കണ്ട. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഒരു ഉപ്മാവ് പരുവാകുമല്ലോ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ നല്ലോണം ഇത്തിരി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഫ്രഷായിട്ട് ചിരകിയത് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ സ്വാദ് വരുന്നതിന്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിനെ യോജിപ്പിക്കുക. ഇനി ഇതിനെ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് ആറാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് പരത്തി വെച്ചാൽ വേഗം ഒന്ന് ആറിക്കോളും. ഇനി ഒരു സ്റ്റീമർ എടുത്തിട്ട് നമ്മൾ അതിൽ ഇതുപോലെ എണ്ണ തേച്ച് കൊടുക്കണേ, വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഉപ്മാവ് പോലത്തെ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി. ഇനി അതിനെ കൊഴുക്കട്ടയുടെ ഷേപ്പിൽ നമ്മൾ ഉരുട്ടിയെടുക്കണം. ഷേപ്പ് നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ആക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നീളത്തിലാക്കാം, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇങ്ങനെ നീളത്തിൽ നമ്മൾ ആക്കുമ്പോൾ നമ്മുടെ കയ്യിൻ്റെ വിരലടയാളം അതിലേക്ക് പതിച്ചിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് ചിലർ. ഇനി ഈ മൊത്തം ഉപ്മാവിനെയും നമ്മൾ കൊഴുക്കട്ട പോലെ ഷേപ്പിൽ ആക്കിയെടുക്കും. ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ അളവൊന്ന് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഒഴിക്കണം. നമ്മൾ എത്ര ഇഡ്ലി റവ എടുത്തിട്ടുണ്ടോ അതിൻ്റെ ഡബിളായിട്ടാണ് വെള്ളം എടുക്കേണ്ടത്. പിന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒന്ന് നേരത്തെ തന്നെ ചൂടാക്കി വെക്കണം, എന്നിട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ കൊഴുക്കട്ടയെ നമ്മൾ സ്റ്റീമറിൽ വെച്ച് ഒരു 10 മിനിറ്റ് ആവി കയറ്റിയിട്ട് വാങ്ങി വയ്ക്കാം. വെന്ത് കഴിയുമ്പോൾ നമുക്കത് കളർ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറും. അത് നമുക്ക് അറിയാൻ പറ്റും അത് വെന്തു എന്നുള്ളത്. ഇതിനെ നമ്മൾ പഞ്ചസാര കൂട്ടിയോ സാമ്പാർ കൂട്ടിയോ ചട്നി കൂട്ടിയോ വെറുതെയോ അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒരു 4 മണി പലഹാരമായിട്ടോ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഉണ്ടാക്കാനും എളുപ്പമുണ്ട്, കഴിക്കാനും നന്നായിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. താങ്ക് യു, ബൈ ബൈ.